ഹായ് ഹലോ എവരി വൺ. 28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ഡേ 12 12th ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പെട്ടെന്ന് ബോറടിപ്പിക്കാതെ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടാവും. അതായത് പല രീതിയിൽ, അത് നമ്മുടെ ടീച്ചർ ആകാം, നമ്മുടെ ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ് ആകാം, നമ്മുടെ പാർട്ട്ണർ ആകാം. നമ്മൾ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു കൈത്താങ്ങ് തന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ തളർന്നു നോക്കുമ്പോൾ സാരമില്ല, എന്നെ കൊണ്ട് ഇത് പറ്റും, എണീറ്റ് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ മെന്റലി സപ്പോർട്ട് ചെയ്ത ആള്, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത്, ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ജേർണിയിൽ നമ്മുടെ കൂടെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടൊക്കെ നിന്നിട്ടുള്ള 3 ആൾക്കാര്, അങ്ങനത്തെ 3 മാജിക് പേഴ്സൺസ്. ഓക്കെ, ഈ 3 പേർക്കാണ് നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടി പോകുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ 3 പേര് നിങ്ങൾ ഒരു സമാധാനമുള്ള കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 3 മിറാക്കിൾ അല്ലെങ്കിൽ മാജിക് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത 3 ആൾക്കാരെ വിചാരിക്കാം. അതിൽ ഓരോരുത്തരെ വൺ ബൈ വൺ എടുക്കുക. ഒരാളെടുക്കുക, അയാൾ നിങ്ങളുടെ മുന്നിൽ അപ്പോൾ പ്രസന്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, നന്ദി പറയണം. എന്തിന്? അവർ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്തതിനാണ് നമ്മൾ അവരോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് കാര്യത്തിനാണ് നമ്മളിവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചു. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പൈസ ഉള്ള സമയത്ത് പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരാവശ്യം വന്നപ്പോൾ തരാൻ വേണ്ടി ആരുമില്ല. കുറെ പേരെ ഫോൺ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. ചിലത് കേട്ടിട്ടും കേൾക്കാതെ പോലെ ഇരിക്കും, മറുപടി തരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഇല്ലെങ്കിലും എവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു 10,000 രൂപ തന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടാവും, അല്ല ആരെങ്കിലും ഉണ്ടാവും. അത് ആ സമയത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു. 10,000 രൂപയ്ക്ക് അത്ര അർജന്റ് ആയിട്ടുള്ള സമയത്തുണ്ടാവും അല്ലെ. അപ്പൊ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും നമ്മൾ ദൈവത്തെ പോലെ കാണും ആ മൊമെന്റിൽ. അപ്പൊ അങ്ങനെ അത് വലിയൊരു ഇതാണ്. അതേപോലെ നമ്മൾ മെന്റലി ഡൗൺ ആയ സമയത്ത് എല്ലാവരും നമ്മളെ റിജക്ട് ചെയ്തപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നപ്പോഴൊക്കെ നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത്, സാരില്ലടാ നിന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുമടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ. അപ്പൊ അവരോട് നമ്മൾ എന്താ പറയണം? എന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് നന്ദി. അപ്പൊ എന്താ അവരോട് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി പറയുന്നത്? ഇത് അവരോട് ആക്ച്വലി നമ്മൾ സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം, അവരിത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് ഡീപ്പായിട്ട്, നമ്മൾ 3 ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ടോ, പക്ഷെ വളരെ ഡീപ്പായിട്ട് ഡെപ്തിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇവരോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ 3 ആൾക്കാരോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇതാണ് ഡേ 12 റോണ്ട ബേണിന്റെ ഒരു ചലഞ്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് കൂടാതെ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് 28th ഡേ വരെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എല്ലാ ദിവസവും രാവിലെ മോർണിംഗിൽ 10 കാര്യങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നത്. ബ്ലെസ്സിങ്സ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ചിട്ട് അത് നിങ്ങളുടെ ചെവി കേൾക്കി ഉറക്കെ വായിച്ചിട്ട് അതിനൊക്കെ അവസാനം താങ്ക് യു താങ്ക് യു താങ്ക് യു പറയണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മാജിക് റോക്ക് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എടുത്ത് കയ്യിൽ പിടിച്ച് ആ ഒരു ഡേയിലെ ഫസ്റ്റ് മോർണിംഗ് ടു ഈ ഒരു മൊമെന്റ് വരെയുള്ള ഡേ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്ത് അതിലേറ്റവും അതിലുള്ള എല്ലാം നല്ല പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും അതിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് റീകളക്ട് ചെയ്തിട്ട് ആ ഒരു മൊമെന്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്ന വഴി അതിനോട് ആ സിറ്റുവേഷനും അതിലുണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ നന്ദി പറയുന്നു. ഈ 2 പ്രാക്ടീസ് നിങ്ങൾ എല്ലാ ഡേയും ഒരു ഡേ പോലും ബ്രേക്ക് ചെയ്യാണ്ട് ചെയ്യണം. ബാക്കി ഞാൻ ഓരോ ഡേയിലും പറയുന്ന പെർട്ടിക്കുലർ ടാസ്ക് ചലഞ്ചുകൾ ആ ഡേയിലും നിങ്ങൾ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളൊരു 28 ഡേയ്സ് കണ്ടിന്യൂസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം അനുഭവിക്കുന്ന ആളാട്ടെ, ഒരു മനുഷ്യനുള്ള എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 28 ഡേയ്സ് ഓഫ് ഈ ഒരു കണ്ടിന്യൂസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വഴി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മിറാക്കിൾ അല്ലെങ്കിൽ മാജിക്കൽ ടൂൾ എന്ന് പറയുന്നത് നന്ദി പറയുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ഒരു ബെറ്റർ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇമോഷണലി, ഫിസിക്കലി, ഫൈനാൻഷ്യലി, റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ആദ്യമായിട്ട്, ഇന്നാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ബാക്കി 11 ദിവസത്തെ വീഡിയോ ചലഞ്ച് നമ്മുടെ വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പോയി കണ്ടിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ കൺസിഡർ ചെയ്ത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ
ചെയ്ത് പോകുക എന്ന് വിശ്വസിക്കുന്നു. ഇനി 12 ദിവസവും നമ്മുടെ ഈ ജേർണിയിൽ ഇത് ചെയ്തവർ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഓൾറെഡി എന്റെ സ്റ്റുഡൻസ് ഒക്കെ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലായിട്ടും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതും ഉറപ്പായിട്ടും എനിക്ക് ഷെയർ ചെയ്തിടണം. അപ്പൊ ആദ്യമായിട്ട് എന്നെ കാണുന്നവരാണെങ്കിൽ ഐ എം മഞ്ജു സന്തോഷ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ച് ആണ്, ഹോപ്നോഫോനോ ഹീലർ ആണ്, ആൻഡ് സ്റ്റീവ് സൈക്കോളജിസ്റ്റ് ഓഫ് ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്റർ എറണാകുളം. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പ്രൈവറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിയിൽ ഫ്രൈഡേ ആൻഡ് എവറി ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ നമ്മൾ ഫ്രീ സൂം വഴിയുള്ള 1 hour ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഡെയിലി ഓഡിയോ വീഡിയോസ് ഒക്കെ ആയിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളും ടാസ്കുകളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു പ്രൈവറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആകാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ നമ്മൾ സിൽവർ മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് 1 month ലൈഫ് കോച്ചിങ് പ്രോഗ്രാം ആണ്. ഇതിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഈ ഗ്രൂപ്പിലേക്ക് ആഡായി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതിന് കേട്ടുകൊണ്ടിരുന്നതിന് ഞാൻ പറയുന്ന ഓരോ ചലഞ്ചും അതിന്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു മാജിക്കൽ മിറാക്കുലസ് ആയിട്ടുള്ള ജേർണിയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു കേട്ടോ. അടുത്ത ദിവസത്തെ 13ാമത്തെ ഡേ ചലഞ്ചുമായിട്ട് നമുക്ക് വരാം. ബൈ.